ഈശോ നിങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഡോക്ടർ ജോസഫ് മോസ്കറ്റി പറഞ്ഞ കുറച്ച് അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുർബാന എങ്ങനെ അനുഭവമായി എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹം ബ്രിട്ടനിലെ ഒരു വക്കീൽ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവാണെങ്കിൽ മജിസ്ട്രേറ്റ്. അപ്പോൾ ആ ഒരു ലൈനിലൂടെയാണ്, വഴികളിലൂടെയാണ് അദ്ദേഹം പഠിച്ച് കയറി വന്നിരിക്കുക. പ്രത്യേകിച്ചും ആ സമയത്തൊക്കെ യുക്തിവാദവും സദാചാര പ്രവർത്തികളോടുള്ള താല്പര്യവും അല്ലെങ്കിൽ പിന്നെ ആ ഒരു അപകടകരമായ ഒരു കാലഘട്ടമായിരുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക, പെരുമാറുക, ആ ഒരു തരത്തിലാണ് ആ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ വളർന്നു വന്ന ഒരാളാണ് വിശുദ്ധ ജോസഫ്, ഡോക്ടർ ജോസഫ് മോസ്കറ്റി. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണ്. എന്നാൽ തൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും ശുശ്രൂഷയും വഴി അതിനെയെല്ലാം അദ്ദേഹം വിശുദ്ധമായിട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. 1903 അദ്ദേഹം മെഡിക്കൽ ബിരുദം പൂർത്തിയായിട്ട് ഇതിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അതുകൊണ്ട് രോഗികളെയൊക്കെ വളരെ ആർദ്രതയോടുകൂടി അദ്ദേഹം ശുശ്രൂഷിച്ചു. അദ്ദേഹം പറഞ്ഞതാണ്, ചികിത്സിക്കുന്ന താനാണ്, സുഖപ്പെടുത്തുന്ന ദൈവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ചികിത്സിക്കുന്ന താൻ, സുഖപ്പെടുത്തുന്ന ദൈവം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ പഠിക്കേണ്ട, ഇതിനകത്ത് ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും ചെയ്യുന്നത് നമ്മളും പ്രവർത്തിക്കുന്ന ദൈവവുമാണ്. അപ്പോൾ ഇപ്പം ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു അടുക്കളയിൽ ജോലി ചെയ്യുന്നത്, പറമ്പിൽ ജോലി ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത് നമ്മളാണ്. പക്ഷെ അത് മുഴുവൻ പ്രവർത്തിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണെങ്കിലോ. അപ്പോൾ ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്തു, 10 പേരത് പറയുമ്പോൾ അത് ചെയ്തത് ഞാനാണ്, പക്ഷെ അത് എന്നെക്കൊണ്ട് അതിനുള്ള പ്രചോദനം, ശക്തി ദൈവത്തെ മഹത്വപ്പെടുത്തി അദ്ദേഹം ഓരോ നിമിഷം കാണിച്ചു. വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് അദ്ദേഹം എപ്പോഴും സാക്ഷ്യപ്പെടുത്തുകയും. വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ സ്വീകരണം, കുർബാന മാത്രമല്ല ദിവ്യകാരുണ്യത്തെ ഏറ്റവും ഭയഭക്തിയോടുകൂടി അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നെ എല്ലാ ദിവസവും ഒരുക്കത്തോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്നത്, അത്രമാത്രം ഭയഭക്തിയോടെ. പാതിരപ്പി എന്ന വിശുദ്ധന് ഒരുങ്ങിയിരുന്നത് പോലെ 2 മണിക്കൂർ സമയം എടുത്തിരുന്നു ഒരു കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ്. അത്രയും ഒരുക്കത്തോടു കൂടിയാണ് അദ്ദേഹം കുർബാന അർപ്പിക്കാൻ എത്തിയിരുന്നത്. വീണ്ടും കുർബാന സ്വീകരണ ശേഷം കുറേ സമയം കൃതജ്ഞതാ പ്രകടനം നടത്തുകയും, കുർബാന സ്വീകരിച്ച ശേഷം കുർബാന കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഇറങ്ങിപ്പോകരുത്. അല്പസമയം അവിടെ നിന്ന് എന്നെ സൃഷ്ടിച്ച, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കൂടെ വസിക്കുന്ന, എൻ്റെ ഹൃദയത്തിലുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള പള്ളിയിലെ സക്രാരി കാണത്തക്ക വിധമായിരുന്നു ജനാലകൾ അദ്ദേഹം ക്രമീകരിച്ചിരുന്നത്. സക്രാരി കാണത്തക്ക വിധം അദ്ദേഹം തൻ്റെ ജനാലകൾ ക്രമീകരിച്ചു. എന്നിട്ട് ഓരോ രോഗികളെയും പരിശോധിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കും. നോക്കുകയും അവിടെ അദ്ദേഹം ആ രോഗികളെ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചു. അതിനുശേഷം മരുന്ന് കുറിച്ചു കൊടുത്തു. ദിവ്യകാരുണ്യം എന്തു പറയുന്നു അതനുസരിച്ച് മരുന്ന് കുറിച്ചു കൊടുത്തു. ചില വിഷമം പിടിച്ച നിമിഷങ്ങളിൽ കണ്ണുകളടച്ച് സക്രാരിയെ വണങ്ങി പരിശോധനാ മുറിയിൽ ഇരിക്കുന്ന ഡോക്ടർ മോസ്കറ്റിയെ പലരും കണ്ടിരുന്നു. വിഷമങ്ങളും അസ്വസ്ഥതകളും, അല്ലെങ്കിൽ എന്ത് മരുന്ന് കുറിക്കണം, ഈ രോഗിയുടെ രോഗം ഐഡന്റിഫൈ ചെയ്യാൻ, അത് അത്രമാത്രം ഈശോയുമായിട്ടുള്ളൊരു ബന്ധമുള്ളൊരു ഡോക്ടർ. അപ്പോൾ ബ്രഹ്മചാരിയായിരുന്ന ഈ ഡോക്ടർ 1-ാം ലോകമഹായുദ്ധ കാലത്ത് ഏകദേശം 3000-ഓളം പട്ടാളക്കാരെ ചികിത്സിച്ച് സുഖപ്പെടുത്തി. 3000-ഓളം രോഗികളെ. അങ്ങനെ ദേശത്ത് പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ ഡോക്ടർ മോസ്കറ്റി അവിടെ ഓടിയെത്തുമായിരുന്നു. തൻ്റെ പരിശോധനാ മുറിയിൽ ക്രൂശിത രൂപം അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അതിൻ്റെ താഴെ, മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനം അരുളുകയോ, മരണമേ നിന്റെ മഹാമാരികൾ എവിടെ, പാതാളമേ നിന്റെ സംഹാരം എവിടെ എന്ന ഹോസിയായുടെ പ്രവചനം അവിടെ എഴുതി ചേർത്തിരുന്നു. അപ്പോൾ മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനം അരുളുകയോ, മരണമേ നിന്റെ മഹാമാരികൾ എവിടെ, പാതാളമേ നിന്റെ സംഹാരം എവിടെ എന്നുള്ള വചനം, ഹോസിയ പ്രവാചന പുസ്തകത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ മുറിയിൽ എഴുതി വെച്ചിരുന്നു. 1927 അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ ഭയഭക്തിയോടെ പങ്കെടുത്ത് ഓരോ നിമിഷവും രോഗികളെ സുഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രോഗികളെ പരിശോധിക്കുകയും അവരെ സുഖപ്പെടുത്തുകയും അങ്ങനെ അദ്ദേഹം 1927 തിരിച്ച് വീണ്ടെത്തുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ദൈവം വിളിക്കുക അദ്ദേഹത്തെ.
അപ്പോൾ അത്ര ഒരുങ്ങി അദ്ദേഹം ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചാണ് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത്. അപ്പം നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ നല്ലൊരു സാക്ഷ്യമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെടുക. ഓരോ നിമിഷവും വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം. വിശുദ്ധ വെറോനിക്ക ഗുലിയാനി പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇപ്രകാരം. വിശുദ്ധ വെറോനിക്ക ഗുലിയാനി പറയുകയാണ്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ ഒരു സിംഹാസനത്തിൽ എന്ന പോലെ ത്രിയേക ദൈവത്തെ ഞാൻ കണ്ടു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ ഒരു സിംഹാസനത്തിൽ എന്ന പോലെ ത്രിത്വൈക ദൈവത്തെ ഞാൻ കണ്ടു. പിതാവ് അവിടുത്തെ സർവശക്തിയിലും പുത്രൻ തൻ്റെ വിജ്ഞാനത്തിലും, പിതാവ് സർവശക്തിയിലും പുത്രൻ വിജ്ഞാനത്തിലും പരിശുദ്ധാത്മ തൻ്റെ സ്നേഹത്തിലും കണ്ട കാര്യം അതാണ്. വിശുദ്ധ വെറോനിക്ക കണ്ട കാര്യം അതാണ്. നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കളും ഹൃദയങ്ങളും പരിശുദ്ധ പരമ തൃത്വത്തിൻ്റെ ആലയമായിത്തീരുന്നു. നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈ നമ്മുടെ ആത്മാക്കളും ഹൃദയങ്ങളുമൊക്കെ ഈ ദിവ്യകാരുണ്യ തൃത്വത്തിൻ്റെ ആലയമായി, അവർക്ക് വസിക്കാനുള്ളൊരിടമായി. അതല്ലേ 1 കൊറിന്തോസ് 6 പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിലാണ് വസിക്കുന്നതെന്ന് വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ആലയമാകുന്ന ജീവിതത്തിൽ, ശരീരത്തിൽ, ആത്മാവിൽ അവൻ കുടികൊള്ളുന്നു. അപ്പം അത്രയും ആഴമായൊരു ബന്ധവും സ്നേഹവുമൊക്കെ നമ്മളുമായിട്ട് ഉണ്ടാകുന്നു. വീണ്ടും പറഞ്ഞു വെക്കുന്നു, ദൈവം നമ്മുടെ പക്കലേക്ക് വരുമ്പോൾ പർദീസ മുഴുവനും വരുന്നത്. സ്വർഗം താഴേക്ക് വരുന്നു, സ്വർഗം ഭൂമിയിലേക്ക് വരുന്നു. ആ സ്വർഗം വന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക. പർദീസ മുഴുവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. എത്ര ആനന്ദപ്രദമായ, സന്തോഷപ്രദമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ കുർബാനയും നമ്മളെ ഒരുക്കുന്ന രീതി അതാണ്. അപ്പോൾ കുർബാനയുടെ ആഴം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ആഴവും സ്നേഹവുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ബന്ധം അതാണ്. വീണ്ടും നമ്മൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് റുഹാഷണ പ്രാർത്ഥനയെ പറ്റിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിലാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ, ഐക്യത്തിലാണ് ആയിരിക്കുക. അപ്പം ഈ റുഹാഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ സ്നേഹം അവിടെ വസിക്കുകയാണ്. സ്നേഹം മുഴുവൻ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ഇവരുടെ ഐക്യത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക്, ആ സർവശക്തിയിലേക്ക്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ശക്തി, ജ്ഞാനം, സ്നേഹം, ഇതിൻ്റെ ഇത് തരാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾ കുർബാനയ്ക്ക് ഈശോടെ എത്തിക്കുന്നത്. ഈശോയ്ക്ക് ഒരു ലാഭമോ നേട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യുപകാരമോ അതല്ല. ഈശോ നമ്മളെവിടെ എത്തിക്കുന്നത് ജ്ഞാനത്തിൽ നിറയണം, സ്നേഹത്തിൽ നിറയണം, സർവശക്തിയിൽ, ആ പിതാവിൻ്റെ സർവശക്തിയിൽ പങ്കുപറ്റി ആ സർവശക്തി നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ സന്നിഹിതമാകുന്നത്. കുർബാനയായി അവൻ സന്നിഹിതമാകുന്നതിൻ്റെ അർത്ഥം അതാണ്. അവരുടെ കൂട്ടായ്മയിൽ വസിക്കാൻ വേണ്ടിയിട്ട്, തിരസ്കരിക്കാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ തള്ളിക്കളയാനോ അല്ല, അപ്പോൾ അവരുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുർബാനയിൽ അത് മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുക. റസകുർബാനയാണെങ്കിൽ റസകുർബാനയുടെ തുടക്കത്തിലുള്ള ആ സാഷ്ടാംഗ പ്രണാമ ജപത്തിൻ്റെ ശുശ്രൂഷയും അനാഫറയിലും റുഹാഷണ പ്രാർത്ഥനയിലും ഒരുപോലെ വ്യക്തമാക്കുന്നത് ആരാധന സമൂഹം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടേണ്ട ആവശ്യകതയെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടേണ്ട ആവശ്യകതയെ പറ്റിയാണ് ആ സാഷ്ടാംഗ പ്രണാമം. നമ്മൾ റാസകുർബാന കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ശോശപ്പ നമ്മുടെ ജനങ്ങൾ നിൽക്കുന്നതിൻ്റെ നടുവശത്തായിട്ട് കൊണ്ട് വിരിച്ചിട്ട് അതിൻ്റെ 4 മൂലയിലും 3 പ്രാവശ്യം ചുംബിച്ചിട്ടാണ് അവിടെ ദൈവത്തെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. റൂഹായെ കടന്നു വരണം. അതിനൊരു മുന്നാസ്വാദനം, റുഹാഷണ പ്രാർത്ഥനയുടെ ഒരു മുന്നാസ്വാദനമാണ് അവിടെ നടക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അതുകൊണ്ട് നമ്മളെയൊക്കെ പ്രാർത്ഥിപ്പിച്ച് ഒരുക്കുകയാണ് നമ്മുടെ കുർബാന ചെയ്യുന്നത്. നമ്മളെയൊക്കെ പ്രാർത്ഥിപ്പിച്ച് ഒരുക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഇതൊരു നിസ്സാരമായൊരു കാര്യമല്ല, അത്യുദാത്തമായ ഏറ്റവും വലിയൊരു പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ കുർബാന എന്നുള്ളത് നമ്മളത് എങ്ങനെ എത്രമാത്രം സ്നേഹത്തോടെ എന്ന് ചോദിച്ചാൽ എത്രമാത്രം വിട്ടുവീഴ്ചകളോടെയും എത്രമാത്രം ക്ഷമയോടെയും എത്രമാത്രം ക്ഷമിച്ചും എത്രമാത്രം സഹിച്ചും എത്രമാത്രം സഹനമേറ്റെടുത്തും എത്രമാത്രം ആ ഒരു ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ചും നമ്മൾ അർപ്പിക്കുന്നതാണ് ഈ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക എന്ന് പറയും.
കാരണം മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് സ്നേഹം കിട്ടാൻ, നമുക്ക് ജ്ഞാനം കിട്ടാൻ, നമുക്ക് ആ വിശുദ്ധി കിട്ടാൻ, നമ്മൾക്ക് ആ സന്തോഷത്തിൽ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആനന്ദം, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടേണ്ട ആവശ്യകതയെപ്പറ്റിയാണ് ഈ സാഷ്ടാംഗ പ്രണാമജപവും ഈ 4ാമത്തെ അനാഫറയിലെ റൂഹാഷണ പ്രാർത്ഥനയൊക്കെ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത്, നമ്മൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ അതിനോട് സഹകരിച്ചാൽ വലിയൊരു ആനന്ദം നമുക്ക് ആ കുർബാനയിൽ നിന്ന് ലഭിക്കുകയും ഈ നന്മകൾ, ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും സാഷ്ടാംഗ പ്രണാമ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ എല്ലാവരും പ്രാർത്ഥനാ നിരതരായി മുട്ടുമേൽ നിൽക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ അവൻ നിറയുവാൻ മുഖ്യ കാർമ്മികൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മുട്ടുമേൽ നിന്നിട്ട് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി വിളിപ്പു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു പാട്ടുപാടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അത്രയും വിശ്വാസവും ഒരു എളിമയും നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുകയും അത്രയും ഒരു എളിമ, അത്രയും ഒരു വിശ്വാസം, അത്രയും ഒരു ദാഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഈ സാഷ്ടാംഗ പ്രണാമ ശുശ്രൂഷയുടെ അർത്ഥം, അതാണ്. അപ്പോൾ സാഷ്ടാംഗ പ്രണാമ ശുശ്രൂഷയിൽ ഇപ്രകാരം പറയുകയാണ്, ഇവിടെ നിന്ന് വൈദികൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്രകാരം: നിൻ കാരുണ്യം അതിൻ വലതുകരം നീട്ടണമേ, നിൻ അജഗണം ഇവരിൽ ആശസ്സുകൾ ഏകിടുവാൻ, നിൻ കാരുണ്യം അനന്തം കർത്താവെ, ഞങ്ങളെ ദുഷ്ടാത്മാവിൻ കൈകൾ ഒരു നാളും ഏൽപ്പിക്കരുതേ. കർത്താവെ, നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ സംരക്ഷിക്കണം. സാത്താൻ്റെ പ്രവൃത്തികൾക്ക് സാത്താന് ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് കുർബാനയുടെ തുടക്കത്തിലേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈ കുർബാനയുടെ തുടക്കത്തിൽ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? കാരണം ഈ അതിപ്രധാന ഭാഗത്തിൻ്റെ 4ാമത്തെ ഗഹന്ത പ്രാർത്ഥന അനാഫ്രയിൽ നമ്മളായിരിക്കുക. അതിപ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ ശാന്തമാക്കി, അലസതയിൽ നിന്ന് മാറ്റിയെടുത്ത് ശാന്തമാക്കി പ്രാർത്ഥിപ്പിച്ച് നമ്മളെ ഒരുക്കിയെടുത്ത്, കാരണം സ്വർഗത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നമ്മളെ ചേർക്കുകയാണ്. സ്വർഗം എപ്പോഴും, അതിന് സമയമില്ലാതെ കാലമില്ലാതെ എപ്പോഴും പരിശുദ്ധൻ 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 എന്ന് പാടുന്നൊരവസ്ഥയാണ്. എപ്പോഴും ഈ പരിശുദ്ധനാണ്, എപ്പോഴും മഹത്വപ്പെടുത്തുന്ന, എപ്പോഴും സന്തോഷിക്കുന്ന, സന്തോഷം പകർന്നു കൊടുക്കുന്ന, അത് ആ ഒരവസ്ഥയിലാണ്. അതിലേക്ക് നമ്മളെല്ലാവരും എത്തണം. ഇത് നമുക്ക് വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ, കുറച്ച് മാത്രം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് അതിലും വലുതായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഹസ്യത്തിൻ്റെ ആഴം ഓരോരുത്തർക്കും വെളിപ്പെടുത്തി കിട്ടും. ഇതൊരു രഹസ്യമാണ്. ഈ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധൻ എന്ന് അങ്ങനെ നടക്കുമോ, ഇതെങ്ങനെ, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ലത്. ഒന്ന്, വിശ്വാസം വേണം. 2, എളിമപ്പെടണം. എളിമപ്പെട്ട് വിശ്വാസത്തോടു കൂടി ഇതിൻ്റെ മുമ്പിലായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പഠനം കൊണ്ടോ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ പഠനങ്ങൾ കൊണ്ടും കൺസെപ്റ്റുകൾ കൊണ്ടും ഒരിക്കലും കുർബാനയെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് യഹൂദന്മാർ ഇവൻ്റെ വചനം കഠിനമാണെന്ന് പറഞ്ഞു. ഞാൻ സ്വർഗം നിറങ്ങി ജീവനുള്ള അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുമോ? യഹൂദന്മാർക്കത് മനസ്സിലായോ? ഇല്ല. അതിനെപ്പറ്റി ഈശോ എന്നാ പറഞ്ഞു? ഞാൻ സ്വർഗത്തിന് ജീവനുള്ള അപ്പമാവും, എന്നെ ഭക്ഷിക്കുന്നവൻ എപ്പോഴും ജീവിക്കും, നിത്യജീവൻ ഉണ്ടാവും. അപ്പോൾ അവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു തിന്മയുടെ ശക്തിയും അവനെ ബാധിക്കുകയില്ല, ഒന്നും അലട്ടുകയില്ല, എപ്പോഴും സംരക്ഷിക്കാൻ. അപ്പോൾ ഈ കുർബാനയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുർബാനയുടെ മുമ്പിൽ 1, ശാന്തമാകണം, 2, എളിമപ്പെടണം, 2, 3, വിശ്വസിക്കണം. ഈ ശാന്തമാകുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് വന്നിട്ട് മനസ്സ്, ഹൃദയം ശാന്തമാകാൻ പഠിക്കണം. ശാന്തമായേ പറ്റൂ. നമ്മൾ കുർബാനയുടെ മുമ്പിൽ അല്പസമയം ശാന്തമായി ഇരിക്കാൻ പഠിക്കുന്നവരാകണം. 5 മിനിറ്റ് ആകാം, 10 മിനിറ്റ് ആകാം, അരമണിക്കൂറാകാം. അവിടെ ഞാനെന്ന ചിന്തയില്ല, എന്നെ അനവസരപ്പെടുത്തുന്ന കാര്യങ്ങളില്ല, എൻ്റെ സഹനങ്ങളില്ല, എൻ്റെ സങ്കടങ്ങളില്ല, എൻ്റെ പരാതികളില്ല, എൻ്റെ നിയോഗങ്ങളില്ല. ഞാനും എൻ്റെ ഈശോയും മാത്രം. ഇങ്ങനെ അനുഭവിച്ചൊരു വ്യക്തിയാണ് ബൈബിളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സോളമൻ തന്നെ. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിലേക്ക് എത്തിയതിൻ്റെ വെളിച്ചത്തിൻ്റെ ഫലമാണ് ഉത്തമഗീതം എന്ന പുസ്തകം, സോളമൻ എഴുതപ്പെട്ടത് വിശ്വസിക്കുന്ന പുസ്തകം. ഉത്തമഗീതത്തിൽ തന്നെ അവിടെ ഒരു പ്രേമമാണ്. ഈ പ്രേമം എന്താണ്? ദൈവവും അവനും ഒരു മനുഷ്യനും തമ്മിൽ, സോളമനും തമ്മിലുള്ളൊരു പ്രേമം. അപ്പോൾ ആ പ്രേമത്തിൻ്റെ തീവ്രതയുടെ ആധിക്യത്തിൽ എന്ന് പറയുന്ന 2:17 പറയുന്നുണ്ട് ഉത്തമഗീതത്തിൽ, ഞാൻ എൻ്റെ പ്രിയൻ്റെ മുമ്പിൽ മുട്ടുകയാണ്, വാതിലിൽ മുട്ടുന്നു. പ്രിയൻ എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. ഇതാ ഞാൻ ഹൃദയം തുറന്നു കൊടുക്കുന്നു.
അവൻ എന്നെ കാംക്ഷിച്ച് കാത്തിരിക്കുകയും. അപ്പം അത്രയും ആഴമായ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ആ ഒരു രഹസ്യം വെളിപ്പെടുത്തി. ഇത്രയും ഒരു സ്നേഹമാണ് ദൈവത്തിന് നമ്മളോട്, ഇത്രയും ഒരു ബന്ധമാണ് ദൈവത്തിന്. ശരിക്കും അതല്ലേ കുർബാന? ഈ ഒരു സ്നേഹവും ഈ ഒരു ബന്ധവും ഈ ഒരു ആഴപ്പെടലും ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു ശക്തിപ്പെടുത്തലും ഒക്കെയാണ് ഈ കുർബാന എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇപ്രകാരം ഇതാണ്. ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയവൻ റൂഹായെ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു. അവൻ പ്രാർത്ഥിച്ചു ക്ഷണിക്കുകയാണ്. ഇതാണ് കാഴ്ചവെപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ സാഷ്ടാംഗ പ്രണാമ ഈ ശുശ്രൂഷ എന്നുള്ളത്. കാഴ്ചവെപ്പ് ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു. വീണ്ടും അതിനുശേഷം വിശ്വാസ പ്രമാണം ചെല്ലുന്നു. വിശ്വാസ പ്രമാണത്തിന് ശേഷം നമ്മൾ അനാഫറിലേക്ക്, അതിപ്രധാന ഭാഗത്തേക്ക് കിടക്കുക. ഈ ഒരു ഒരുക്കത്തിന് ശേഷമാണ് ഈ പ്രാർത്ഥനകളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഒരുക്കത്തിന് ശേഷം എന്തുകൊണ്ടാണ് അവിടെ വൈദികൻ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നത്? കാരണം പരിശുദ്ധാത്മാവാണ് ഇത് നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ശരിക്കുള്ള മുഖ്യ കർത്താവ്. ഈ പരിശുദ്ധാത്മാവാണ് ഈ അപ്പത്തെ ജീവനുള്ള ശരീരമാക്കി മാറ്റുന്നത്. അതൊരു വൈദികൻ്റെയും കഴിവല്ല, വൈദികന് കൊടുത്തിരിക്കുന്ന ഒരു ദാനമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ ഏറ്റവും കൂടുതൽ അതാണ് പവിത്രമായിട്ട് നമ്മൾ കരുതണം, സ്നേഹിക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ലീഹന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെയും പറയുകയാണ്. ഈശോ അവരെ പഠിപ്പിച്ചതുപോലെ നമ്മളോടും പറയുകയാണ്, പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ബലഹീനരാണ്, കുറവുകളുണ്ട്, അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി അത്രയും പവിത്രമാകണമെന്ന് സഭ നമ്മളെയും ഒരുക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. വീണ്ടും പറയുന്നതാണ് ഇപ്രകാരം, ആഘോഷങ്ങൾക്ക് വേണ്ടി എന്നതിനേക്കാൾ പരിശുദ്ധാത്മ നിറവുള്ളവരാകാൻ വേണ്ടി ഈ പ്രാർത്ഥനാ ശുശ്രൂഷ വേണ്ടത്ര ഒരുക്കത്തിന് ശേഷം നടത്തണം. ആത്മാവിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി എന്നതിനേക്കാൾ, ഇതൊരാഘോഷമല്ല. നമ്മൾ ഒരു ഇതിനൊരു മോടി കൂട്ടട്ടെ, ഒരു പൊലിമയുണ്ടാകട്ടെ, അതല്ല. അപ്പോൾ അതിനേക്കാൾ ഉപരി എന്നതിനേക്കാൾ പരിശുദ്ധാത്മ നിറവുള്ളവരാകാൻ, അതാണ് ആഘോഷം. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ശരിക്കുള്ള ആഘോഷം എന്നുള്ളത്. ആ നിറവുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ശുശ്രൂഷ ഏറ്റവും വിശുദ്ധമായിട്ട് നമ്മൾ നടത്തണമെന്ന് സഭ പഠിപ്പിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഈ റുഹാഷണൽ പ്രാർത്ഥന ഒരുക്കമാണ് ഈ സാഷ്ടാംഗം. അതിന് കാഴ്ചവെപ്പിന് മുമ്പ് നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റുഹാഷണ പ്രാർത്ഥനയിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യം അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരം പറയുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അതാണ്, വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുക, സഹായകൻ വരും, അവൻ പഠിപ്പിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് നമ്മളെ. അപ്പം അത്രയും തീക്ഷ്ണമായിട്ട് നമ്മളെ ഒരുക്കുകയാണ് ഓരോ കുർബാനയുടെ പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് മിശിഹായുടെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ടും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെയും രണ്ടാമത്തിൻ്റെ വരവ് അച്ചാരവുമായിട്ടാണ് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഈ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുർബാനയിലേക്ക്. അത് എന്താണെന്ന് പറയാം, മിശിഹായുടെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ടും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെയും രണ്ടാമത്തെ വരവിനായിട്ട് യുഗാന്ത്യോന്മുഖരായിട്ട് സ്വർഗീയോന്മുഖരായിട്ട് നമ്മളെ ഒരുക്കുകയും സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ ഇനി യാത്ര ചെയ്യേണ്ടത്. യഹൂദജനം മിശിഹായുടെ വരവിന് വേണ്ടി ഒരുങ്ങിയെങ്കിൽ നമ്മളോട് ഈശോ പറയുന്നത് എന്നതാണ്? നമ്മളോട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് അത് പ്രതീക്ഷിച്ചല്ലേ നമ്മൾ ഈ വിശ്വാസത്തിലായിരിക്കുക, ഈ കൂട്ടായ്മയിലായിരിക്കുന്നത്. ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് സന്തോഷത്തിലും ഐക്യത്തിലും ബന്ധത്തിലും. അല്ലാതെ നമുക്കൊരു കൂട്ടായ്മ വേണം, എവിടെയെങ്കിലും ഒരു കാര്യം വേണം, പേര് വേണം, അതിനു വേണ്ടിയിട്ടാണോ? അല്ല, അതിന് അപ്പുറത്തേക്കാണ് നമ്മളായിരിക്കുന്നത്. അപ്പം ഇതൊരു മതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തണം. ഒരു പടിയും കൂടി ഉയരണം. ആ നിയമങ്ങളുടെ ഇതിനുള്ളിൽ നിന്ന് മാത്രമാകാതെ നമ്മൾ ഈ സ്നേഹ ഐക്യത്തിലേക്ക് കുടുംബങ്ങൾ, വ്യക്തികൾ, നമ്മൾ ഓരോരുത്തരും, സഭ മുഴുവൻ വളരണം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യം ആദിമസഭയിൽ തന്നെ രൂപയുടെ പ്രവർത്തനത്തെ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ആദിമസഭയിൽ തന്നെ അരൂപിയുടെ പ്രവർത്തനത്തെ
കർത്താവിൻ്റെ സാന്നിധ്യത്തോടു കൂടി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹം അരൂപിയുടെ സാന്നിധ്യം എന്നുള്ള പ്രവർത്തനത്തെ കർത്താവിൻ്റെ സാന്നിധ്യത്തോടെ, ഈശോ ചെയ്യുന്ന ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തോട് ചേർത്ത് വെച്ചാണ് ചിന്തിക്കുന്നത്. ഈ ഒരു ചിന്താഗതിയാകണം നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ടതും വളർത്തേണ്ടതും പഠിക്കേണ്ടതിനെക്കുറിച്ച്. എങ്കിലേ നമുക്കതിനെക്കുറിച്ച് ആഴമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കാറ്റഗിസത്തെ കത്തിച്ചർച്ച 1353 പറഞ്ഞു വെക്കുന്ന കാര്യം, ബലിവസ്തുക്കളുടെ മേലും സമൂഹത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്ന റുഹാഷണ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് സഭയുടെ പഠനം പറയുകയാണ്. പരിശുദ്ധാത്മ പ്രാർത്ഥന ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ സഭയ്ക്ക് മിശിഹ രഹസ്യം ആചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മിശിഹായുടെ രഹസ്യം ആചരിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ ആചരിക്കാൻ സാധിക്കുകയുള്ളെന്ന് സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. അപ്പം അതുകൊണ്ട് അരൂപിയുടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തോടു കൂടിയാണ് ഈ കുർബാന രൂപപ്പെട്ടത്. ഈ പുതിയ ഉടമ്പടി പൂർത്തിയാക്കപ്പെട്ടത് അരൂപിയുടെ ദാനത്തോടു കൂടിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്താണ്? ജ്ഞാനം, വിവേകം, വിവേചനം, ദൈവഭക്തി, ദൈവഭയം. അപ്പോൾ ഇതെല്ലാം ദാനങ്ങൾ, വരങ്ങൾ, ഫലങ്ങൾ, ഇതെല്ലാം നമുക്ക് ലഭിക്കപ്പെടുകയാണ്. പ്രവചനപരവും ഭാഷാപരവും രോഗശാന്തിപരവും എല്ലാ വരങ്ങളും നമ്മളിലേക്ക് ലഭിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പറുദീസയിൽ ഈ വരങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഈ വരങ്ങളാൽ നിറയപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ ഈ ഭൂമി തന്നെ നമുക്ക് പറുദീസയാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ജോലി സ്ഥലം നമുക്ക് പറുദീസയാക്കാൻ പറ്റും. നമുക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ, സഹനങ്ങൾ, പ്രതിബന്ധങ്ങളെ അതിന് തിരിച്ചറിയാൻ പറ്റും. സഹനങ്ങൾ മാറിപ്പോകുന്നില്ല. സഹനങ്ങളെ സ്വീകരിക്കാനായിട്ടും സഹനങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളൊരു ജ്ഞാനം ലഭിക്കുകയും ചെയ്യും. ഇതല്ല ഈശോയ്ക്ക് ലഭിച്ചത്. പ്രലോഭകൻ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് എന്നതാണ്? ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അപ്പൊ ഈശോയ്ക്ക് പരിശുദ്ധാത്മാവിനാലാണ് മരുഭൂമിയിലേക്ക് പോയത്. അപ്പൊ ഈശോ ഇതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന് പ്രചോദനം കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവിനിൽ പ്രവർത്തിക്കുക. അപ്പൊ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് കൊടുക്കുന്ന വചനം കൊണ്ടാണ്. വീണ്ടും ഈശോയെ ദേവാലയത്തിൻ്റെ അഗ്രത്തിലേക്ക് കയറ്റിയിട്ട് പറഞ്ഞു, ഒന്ന് താന്നു തന്നാൽ മതി, എന്ന് കാലെ പിടിച്ചാൽ മതി, ഇതിനൊക്കെ ഇത് മുഴുവൻ തന്നേക്കാം. ഇപ്പം നമ്മളതിനെപ്പറ്റി നമുക്കങ്ങനെ ഒരു പ്രേരണ, അങ്ങനെയുള്ള പ്രേരണകളും അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. വ്യക്തികൾ വഴി, സാഹചര്യങ്ങൾ വഴി തിരിച്ചറിയപ്പെട്ടെന്ന് പാപത്തിലേക്ക് വീഴും, പ്രലോഭനത്തിലേക്ക് വീഴും, സഹനത്തിലേക്ക് പോകും. ചിലപ്പോൾ പെട്ടെന്നൊരു തീരുമാനം, ബിസിനസ് മേഖലയിലുള്ള തീരുമാനങ്ങൾ അങ്ങനെയായി പോകും. നമ്മുടെ ചിന്തകളും സംസാരങ്ങളും അങ്ങനെയായി പോകാം. കുടുംബജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തുള്ള അസ്വസ്ഥതകൾ കടന്നു വരാം. അപ്പോൾ ഈ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതാണ് ജ്ഞാനം. അപ്പം ഈ ജ്ഞാനത്താൽ നിറഞ്ഞ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കും. ഇതിന് പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും ഉദാത്തമായൊരു മാതൃക നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. കുർബാനയിലേക്ക് എത്തുക. കുർബാന ആ ഒരു ജ്ഞാനത്താൽ നിറഞ്ഞ അവസ്ഥകളാണ് എന്ന് പറഞ്ഞ ജീവിത രഹസ്യങ്ങളാണ് വെളിപ്പെടുത്തിയിരുന്നത്. ഈശോയുടെ ജീവിത രഹസ്യമാണത്. മിശിഹാ രഹസ്യമാണ് പരിശുദ്ധ കുർബാന. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന രീതിയൊക്കെ നമ്മളെ പഠിപ്പിക്കും. അതിനാ പറഞ്ഞ് എളിമപ്പെടണം, ശാന്തമാകണം, വിശ്വസിക്കണം. ബുദ്ധി കൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടത്തില്ല. ഇതിനെ സ്നേഹിക്കണം. സ്നേഹിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വാക്കുകളല്ല, ഞാനീ എടുക്കുന്ന വാക്കുകളല്ല, ഇതിൻ്റെ രഹസ്യം വെളിപ്പെടാൻ തുടങ്ങും. നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഇത് വെളിപ്പെടുത്തി തരും ഈശോ. അപ്പം അതിനെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സാധ്യമാകട്ടെ, അതിനായിട്ട് പരിശ്രമിക്കാം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, അരൂപിയുടെ ദാനത്തോടുകൂടെ ഈ വിശുദ്ധ കുർബാന, ഈ ഉടമ്പടി പൂർത്തി അരൂപിയുടെ ദാനത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഇത് മാറ്റി നിർത്തി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് സഭ പഠിപ്പിക്കുകയും. അതുകൊണ്ട് നിസ്സാരമായിട്ട് നമുക്ക് ഈ പ്രാർത്ഥനയെ കാണാതെ, റുഹാഷണ പ്രാർത്ഥനയെ ആ ഒരു കുടുംബ ഐക്യത്തിൽ, അതാണ് സഭ പഠിപ്പിക്കുന്നത്. ഇതൊരു കുടുംബ സംഗമമാണ്. ഈ കുടുംബ ഐക്യത്തിൽ കൂട്ടായ്മയുടെ അരൂപിയത് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മ ബന്ധത്തിൻ്റെ ആഴം, എങ്ങനെ പരസ്പരം മനസ്സിലാക്കി, എങ്ങനെ സ്നേഹിച്ച്, എങ്ങനെ കാര്യങ്ങൾ പങ്കുവെക്കുന്നു, ഒരു കൂട്ടായ്മയുടെ അരൂപി അത്.
ഐക്യത്തിൻ്റെ അരൂപി. അത് നമുക്ക് കുർബാനയിൽ മനസ്സിലാക്കാൻ പറ്റും. അത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവോട് നമ്മളതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ഈ ഐക്യത്തെ ഒരു ഏറ്റക്കുറച്ചിലില്ലാതെ ഇത്രയും നാളും അല്ലേ, ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ഏറ്റക്കുറച്ചിലുകളില്ലാതെ അവർ ഭയങ്കര ഐക്യത്തിലാണ്, സ്നേഹത്തിലാണ്. നമ്മളുമായിട്ടത് പങ്കുവെക്കുക, ഒരു ബന്ധം, ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പം ഈ പിതാപുത്ര പരിശുദ്ധാത്മ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ഒരു ഐക്യമാണ്. ശരിക്കും ഈ ഒരു ഐക്യത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയും ചെയ്യുന്നത്. ശരിക്കും ഈ ഐക്യം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ജോലി മേഖലയിലും നമ്മുടെ സംസാരത്തിൻ്റെ മേഖലയിലുമൊക്കെ ഭയങ്കര ഐക്യമാവും. മനസ്സിലാക്കാൻ, പരസ്പരം കുറവുകളെ തിരുത്താൻ മനസ്സിലാക്കാനൊക്കെ ഒരു ഐക്യം ഉണ്ടാവുകയും കൂട്ടായ്മയുടെ അരൂപി അതാണ്. പിതാവ് പുത്രനെ മനസ്സിലാക്കുന്നു, പുത്രൻ പിതാവിനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പുത്രനായ ഈശോ മിശിഹ ലാസർ മരിച്ചപ്പോൾ ശവകുടീരത്തിൽ കഴിഞ്ഞിട്ട് പിതാവെ ലാസറിനെ ഉയർപ്പിച്ചതിനെ ഓർത്ത് നന്ദി. ഉയർപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഈശോ മഹത്വപ്പെടുത്തുകയെ ആ വിശ്വാസത്തോടെ, ആ സ്നേഹത്തോടെ. സംഭവിക്കാൻ പോകുന്ന കാര്യം പിതാവ് മകന്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. കല്ലെടുത്ത് മാറ്റി ആ വിശ്വാസത്തോടെ പറയുക, അപ്പൻ ചെയ്യും, എൻ്റെ അപ്പൻ പിതാവ് ചെയ്യുമെന്ന വിശ്വാസത്തോടെ കല്ലെടുത്ത് മാറ്റ, ലാസറെ പുറത്തേക്ക് വരിക. മറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, വളരെ അസ്വസ്ഥതയുണ്ടാകുന്നില്ല. ലാസറെ പുറത്തേക്ക്. ഇതാണ് കൂട്ടായ്മയുടെ അരൂപി. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും, അപ്പനും അമ്മയും, മക്കളും മാതാപിതാക്കളും ഈ ഒരു ഐക്യത്തിൽ കൂട്ടായ്മയുടെ അരൂപിയിലാണെങ്കിലോ, അപ്പോൾ സഹനങ്ങളെ എങ്ങനെ നേരിടണം, പ്രതിബന്ധങ്ങളെ എങ്ങനെ നേരിടണം, ബിസിനസ് മേഖല എങ്ങനെ നേരിടണം, പ്രാർത്ഥന എങ്ങനെ നേരിടണം, പഠനത്തെ എങ്ങനെ നേരിടണം, ജോലി എങ്ങനെ നേരിടണം, ഇതൊക്കെ ഈ അരൂപി നമ്മളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളത് ഈ കൂട്ടായ്മയുടെ അരൂപിയിലേക്ക് എത്താനായിട്ടാണ് സഭ നമ്മളെ ഒരുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ദൈവമക്കളായി തീരണം എന്ന് ആഗ്രഹം മാത്രമേ ദൈവത്തിനകത്തുള്ളൂ. എല്ലാവരും ദൈവമക്കളായിട്ട് തീരണം, ഒരേ ഐക്യത്തോടും ഒരേ സ്നേഹത്തോടും. ഈ അരൂപി ഇല്ല നമ്മളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളിൽ ഞാനെന്ന ചിന്തയായിരിക്കും, നമുക്ക് റീസൺസ് ഒത്തിരി ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വേർതിരിവുകൾ, ഒറ്റപ്പെടലുകൾ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റാതെ പോകുന്നത് കാരണം അതാണ്. അപ്പോൾ ഈ കൂട്ടായ്മയുടെ അരൂപിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോഴും വീഴ്ചകൾ, ബലഹീനതകൾ സ്വാഭാവികമായിട്ടും കടന്നു വരാം. പക്ഷേ ബലഹീനതകളെ നേരിടാണ്ട് ഈ കുർബാന നമ്മളെ അതിൻ്റെ മുമ്പിൽ ശാന്തമായി കഴിയുമ്പോൾ കുർബാന പയ്യെ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങും. ഇതിൻ്റെ രഹസ്യത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇൻസുലിയസ് എന്ന പുസ്തകത്തിൽ ഒരു ബെനഡിക്റ്റൻ സന്യാസിയോട് ഈശോ പറഞ്ഞു വെച്ചത്, അച്ഛനോട് പറയുകയാണ്, പുരോഹിത നീ എൻ്റെ മുമ്പിലൊന്ന് ശാന്തമായിട്ട് നിരുന്നേ. യോഹന്നാനോട് ഞാൻ പറഞ്ഞതുപോലെ പിതാവിൻ്റെ അടുത്തുനിന്ന് ഒത്തിരി രഹസ്യങ്ങൾ നീയുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരോടെല്ലാം ദൈവം രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഞാനത് സ്വീകരിക്കുന്നതനുസരിച്ചാണ്, ഞാനതിനെ സ്നേഹിക്കുന്നതും ശാന്തമാകുന്നതും അതിൻ്റെ മുമ്പിൽ എളിമപ്പെടുന്നതനുസരിച്ചാണ് ഈ രഹസ്യങ്ങൾ കിട്ടുന്നത്. എത്രയോ പേർക്ക് രഹസ്യങ്ങൾ ഇത് വെളിപ്പെടുത്തി കിട്ടുന്നു. ഇതിൻ്റെ രഹസ്യങ്ങൾ, ഇതിൽ നിന്ന് കിട്ടുന്നൊരു ആനന്ദം, വിശുദ്ധ കുർബാന കിട്ടുന്നൊരു ആനന്ദമുണ്ട്. അത് എത്രയോ പേർക്കാണ് ഇത് കിട്ടുന്നത്. എത്ര വലിയ കൂട്ടായ്മകൾക്കാണ് ഇത് കിട്ടുന്നത്. എത്രയോ മനുഷ്യർക്ക് ഇത് കിട്ടുന്നുണ്ട്. ഏറ്റവും ഈയിടയ്ക്ക് വിശുദ്ധനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് കാർല അക്യൂട്ടസ് എന്ന ആ കുഞ്ഞു വിശുദ്ധൻ, അവൻ എന്താണ് പറഞ്ഞു വെച്ചത്? വിശുദ്ധ കുർബാന മുമ്പിലായിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മുടെ കൂട്ടായ്മയിലുണ്ട് ഒത്തിരിയേറെ മനുഷ്യർ കുർബാനയ്ക്ക് വേണ്ടി ഓടിപ്പോയി ശാന്തമായി അതിൻ്റെ മണിക്ക് മുമ്പിൽ ചിലപ്പോൾ 10 മിനിറ്റ് ആകാം, 15 മിനിറ്റ് ആകാം, അരമണിക്കൂറാകാം, 1 മണിക്കൂറാകാം കുർബാനയുടെ മുമ്പിൽ ചെലവഴിക്കുന്നത്. അവിടെ ഉത്തരം ലഭിക്കുകയാണ്. ഇൻസുലിയസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, വൈദികന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്, നീ ഒത്തിരി സമയം മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കാതെ എൻ്റെ മുമ്പിൽ ഒന്നിരുന്ന് തന്നേ, ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരാം നിനക്ക് വേണ്ടിയിട്ട്. നീ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ചെയ്യേണ്ടെന്നല്ല. അതുകൊണ്ട് ദൈവവുമായിട്ട് ആഴമായൊരു ബന്ധം വന്നു കഴിയുമ്പോൾ
ഈ ഒരു സ്നേഹം നമ്മളിൽ ഉടലെടുക്കാൻ തുടങ്ങും. മറ്റൊന്നിലേക്ക് പിന്നെ ശ്രദ്ധ പോകത്തില്ല, മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ വരത്തില്ല നമുക്ക്. എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യും. ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ, മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട്, ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും നമ്മളെ സാത്താൻ പല വിധത്തിൽ ആക്രമിക്കും. പ്രലോഭനങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും. അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഈശോ നമ്മളെ ശുദ്ധീകരിക്കാൻ അനുരഞ്ജന കൂദാശ, കരുണയുടെ കൂടാരത്തിൽ പാപം മോചിക്കാനായിട്ട് ഇരിക്കുക, നമ്മളെ ശുദ്ധീകരിക്കാൻ. കാരണം അവൻ മനുഷ്യനാണ്, വീഴ്ചയുണ്ടെന്ന് അവൻ അറിയാം വ്യക്തമായിട്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലേക്ക്, ഐക്യത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കും. നമ്മളിപ്പോൾ തുടക്കത്തിൽ കണ്ട ഡോക്ടർ ജോസഫ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ശ്രദ്ധ കൊടുത്തിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കടക്കണം. വിശുദ്ധ കുർബാന, അതിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത്. വിശുദ്ധ കുർബാന നടത്തുന്ന കർത്താവിൻ്റെ അനുസ്മരണവും ആചരണവും ഒക്കെ സ്വർഗരാജ്യത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു മുന്നാസ്വാദനവും അതിൻ്റെ ഓർമ്മയാചരണവും അനുസ്മരണവും നമ്മളിവിടെ നടത്തുന്നത്. നമ്മൾ ഒരു ഫംഗ്ഷൻ നടത്തുന്നു. ഇപ്പം കാര്യങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് ആ ഫംഗ്ഷൻ നടന്നില്ല. ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഭക്ഷണം തയ്യാറായി എന്ന് പറഞ്ഞ് ഫംഗ്ഷനിലേക്ക് എത്തിയോ? ഇല്ല. ഫംഗ്ഷനിലേക്ക് എത്താൻ ദിവസങ്ങളുണ്ട്. നമ്മൾ ഒരുക്കത്തിലാണ്. അതിൻ്റെ ഒരു മുന്നാസ്വാദനം ഓരോ ദിവസവും കുർബാനയിൽ നമ്മൾ നടത്തുകയാണ്. ഇതിൻ്റെ പൂർത്തീകരണം, അതുകൊണ്ടാണ് ഈശോ തന്നെ വ്യക്തമായിട്ട് വചനത്തിൽ പറഞ്ഞത്, പൂർത്തീകരണം നടക്കുന്നത് സ്വർഗത്തിലാണ്, സ്വർഗരാജ്യത്തിലാണ്, ദൈവരാജ്യ അനുഭവത്തിലാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ നടത്തുന്ന കർത്താവിൻ്റെ അനുസ്മരണവും ആചരണവും സ്വർഗരാജ്യത്തിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഈശോ അന്ത്യത്താഴ വേളയിൽ പഠിപ്പിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ലുക്കായുടെ സുവിശേഷം 22-18 വാക്യത്തിൽ ഈശോ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇന്ന് ഓർമ്മയായിട്ട് ആചരിക്കുന്നതും അനുസ്മരിക്കുന്നതൊക്കെ ഇതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് സ്വർഗരാജ്യത്തിലാണ്. ആ ആഘോഷങ്ങളിൽ പങ്കുപറ്റാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പറുദീസ അനുഭവം ഇവിടെ വെച്ച് തന്നെ ആസ്വദിച്ച് അതിലേക്ക് അത് മുറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് അന്ന് ചെന്നിട്ട് ഞാൻ സ്വർഗരാജ്യത്തിൽ ചെന്നിട്ട് ഞാനത് ആഘോഷിച്ചു അല്ല, ഇവിടെ വെച്ച് തന്നെ ആഘോഷിച്ച് ആ ദൈവീക അനുഭവം ഇവിടെ വെച്ച് തന്നെ കിട്ടി, അതിൻ്റെ പൂർത്തീകരണം അവിടെ ലഭ്യമാക്കണം. അവൻ്റെ പ്രത്യാഗമനം വരെ എന്ന് വിശുദ്ധ പൗലോസ്ലിഹയും പറയുന്നുണ്ട്. അവൻ്റെ പ്രത്യാഗമനം വരെ, കൊരിന്ത്യർക്ക് 1-11 വാക്യം, അവൻ്റെ പ്രത്യാഗമനം വരെ ഈ ഒരു പ്രവൃത്തി, ഈ ഒരു അനുസ്മരണം, ഓർമ്മയാചരണം നടക്കണം. ഇവിടെ കർത്താവിൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ അനുസ്മരണം, കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനുള്ള ഒരു എടുത്തുകാട്ടലാണ് നടക്കുന്നത്. കർത്താവിൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ അനുസ്മരണം, രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷയോടെ, ഈ ബോധ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ ജനത്തെ പെസഹായുടെ ഒരു ഓർമ്മ, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയിട്ട് നിങ്ങൾ, രക്ഷകന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം പഠിപ്പിക്കുകയായിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം വിശുദ്ധ കുർബാന സമയത്ത് ഇവിടെ പുനരാഗമനത്തിലുള്ള പ്രത്യാശ ഉദ്ഘോഷിച്ചിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം എപ്പോഴും ഈശോയുടെ പുനരാഗമനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, പഠനങ്ങൾ, അവരുടെ പ്രഘോഷണങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ആദിമ ക്രൈസ്തവ സമയം അന്നേ ആചരിച്ചു തുടങ്ങി. നമ്മളും അതിലേക്ക് ആചരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാറാനാത്ത, കർത്താവെ വേഗം വരണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് വേഗം വരണേ, മാറാനാത്ത. അത് കൊരിന്ത്യർക്ക് 1-16 വാക്യം പറയുന്നതാണ്. അത് വെളിപാട് പുസ്തകം 22:20 പറയുന്നു. കൊരിന്ത്യസ് 16:22 പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. കർത്താവെ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം, പ്രതീക്ഷയോട്. അത് പരിശുദ്ധ കുർബാനയാണ്. കുർബാനയർപ്പിച്ച് മിശിഹായുടെ
ഈ രഹസ്യങ്ങൾ, ആ കൂട്ടായ്മയുടെ രഹസ്യങ്ങൾ, ബന്ധം ആഘോഷിച്ച് അനുസ്മരണമാക്കി ഓർമ്മയാക്കി ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അവിടെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകും. അപ്പൊ ഈ ബന്ധത്തിൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? കർത്താവിന് രണ്ടാമത്തെ ആഗമനത്തിന്റെ മുന്നോടിയും ഉറപ്പുമായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ സഭ കാണുവാൻ തുടങ്ങി. അപ്പൊ കർത്താവിന് രണ്ടാമത്തെ ആഗമനത്തെ അതിൻ്റെ ആഗമനത്തിന്റെ മുന്നോടിയും ഉറപ്പുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ സഭ എടുത്തു കാട്ടുകയാണ്. അത് തന്മൂലം കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന റൂഹാഷണ പ്രാർത്ഥനയെ കർത്താവെ വരണമേ എന്ന പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയും തുടർച്ചയായിട്ട് നമുക്ക് കർത്താവെ വേഗം വരണമേ എന്ന കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും വെളിപാട് പുസ്തകത്തിലുള്ള പ്രാർത്ഥന കർത്താവെ വേഗം വരണം എന്നുള്ള വചനമാണ്. അത് റൂഹാഷണ പ്രാർത്ഥനയിൽ നമ്മൾ എടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ് കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് വൈദികൻ അവിടെ തിരുവസ്തുക്കളുടെ മേലെ, കാസയുടെ മേലും പീലാസയുടെ മേലും കൈകൾ കുരിശാകൃതിയിൽ പിടിച്ചിട്ട് അത് ഇങ്ങനെ പിടിച്ചു. ഇടത്തെ കരം അടിയിലായിട്ടും വലത്തെ കരം ഉയർന്നു നിന്നതിൻ്റെ മേളിലായിട്ട് കുരിശാകൃതിയിലാണ് പിടിക്കുന്നത്. ആ കാസയുടെ മേലും പീലാസയുടെ മേലും കമഴ്ത്തി പിടിച്ച് പരിശുദ്ധാത്മാവെ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, കർത്താവെ വേഗം വരണമേ, ഈ വേഗം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ അപ്പത്തെ ജീവനാക്കി ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും. അപ്പൊ ഈ റുഹാഷ് അതിനു മുമ്പുള്ള ഗേഹന്ത പ്രാർത്ഥന 4-ാമത്തെ പ്രണാമ ജപത്തിൽ പറയുന്നുണ്ട്, അവിടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ എന്ന്. ശാന്തിയും സമാധാനവും, കാരണം ഈശോ വരുന്നത് ശാന്തിയും സമാധാനവും തരാൻ വേണ്ടിയിട്ടാണ്, കുറ്റപ്പെടുത്താനല്ല, ശിക്ഷിക്കാനല്ല, നിന്നെ പറഞ്ഞു വിടാനല്ല, നിനക്ക് രക്ഷയില്ല എന്ന് പറയാനില്ല. അപ്പൊ നമുക്ക് ഈ ശാന്തി സമാധാനം അനുഭവിക്കണമെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ അനുഭവിക്കണമെങ്കിൽ എളിമ, വിശ്വാസം, സ്നേഹം ഉണ്ടായിരിക്കുക, ശാന്തതയുണ്ടായിരിക്കുക. എളിമയും സ്നേഹവും വിശ്വാസവും ശാന്തതയും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു വിശ്വാസവും വിശുദ്ധിയും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് അത്രമാത്രം ബോധ്യത്തോടും ഭയഭക്തിയോടും കൂടി നമ്മൾ ഈ സമയത്തായിരിക്കണമെന്ന് ഡീക്കൻ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുമെന്ന് കാർമികൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വേഗം എഴുന്നള്ളി വരണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ, ശക്തിപ്പെടുത്താൻ, ഞങ്ങൾക്ക് ആശ്വാസമേകാൻ, ഈ സ്വർഗീയ അനുഭവം ഞങ്ങൾക്ക് ലഭിക്കപ്പെടാൻ പരിശുദ്ധാത്മാവെ വേഗം എഴുന്നള്ളി വരണമേ. എത്രയും ആഴമായിട്ടുള്ള ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? അതിൻ്റെ ആഴം മനസ്സിലാക്കിയാലേ, അതിൻ്റെ ആഴം സ്നേഹത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബന്ധം നമുക്ക് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹം നമുക്ക് ഈശോയുമായിട്ട് ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് നിസ്സാരമായിട്ട് ഇതിനെ ഒരിക്കലും കാണരുതെന്ന് സഭ പഠിപ്പിക്കുകയും ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ് ഈശോയുടെ രഹസ്യങ്ങൾ, മിശിഹായുടെ രഹസ്യങ്ങൾ ഓർമ്മിച്ച് ആ എഴുന്നള്ളി വരുന്നതിനെ, ആ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ തീവ്രതയോടുകൂടി കാണണമെന്ന് അത്രയും ബഹുമാനം. അതുകൊണ്ടാണ് ജനങ്ങൾ കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത്. അത്രയും ഭയഭക്തിയോടുകൂടിയാണ് നമ്മളവിടെ ആയിരിക്കുന്നത്, അത്രയും ഭയഭക്തിയോടുകൂടി. അപ്പം ഇവിടെ ഡീക്കന്റെ അഭ്യർത്ഥന ഈ നിമിഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ അനുസ്മരിക്കുക, ഈ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി, അതിനുവേണ്ടി ആ പ്രാർത്ഥന അതിനു മുമ്പേ ഒരുക്കുകയാണ്. വിശുദ്ധരുടെ മധ്യസ്ഥം നേടി, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, 2 ക്ലാസ്സുകൾക്ക് മുമ്പേ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. 4-ാമത്തെ പ്രണാമ ജപത്തിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധാത്മാക്കളുടെയൊക്കെ പ്രാർത്ഥന തേടി അവരിൽ നിറഞ്ഞ ആത്മാവിന്റെ ചൈതന്യത്തെ ഓർത്ത് അനുസ്മരിച്ചെടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ഇതിലേക്ക് എത്തുകയാണ്. അത്രയും ഭയഭക്തിയോടുകൂടി ഈ പ്രാധാന്യത്തെ കാണിക്കാൻ റുഹാഷണ പ്രാർത്ഥന ആരംഭത്തിൽ പുരോഹിതനും സമൂഹം 3 പ്രാവശ്യം കുമ്പിടുന്നതിനെ കുറിച്ച് കുർബാനയെ കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് കുർബാനയുടെ മുമ്പിൽ അവർ കുമ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഭയഭക്തിയോടെ. ഇപ്പോൾ അതിന്റെ പ്രതീകാത്മകമായിട്ട് നമ്മൾ കുമ്പിടുന്നുണ്ട്, നമ്മൾ കുമ്പിട്ടാണ് അത് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടിയിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കാർമികനും ജനവും മുഴുവൻ
തല കുനിച്ചു നിന്നിട്ടാണ് അതിന് പരിശുദ്ധാത്മാവിനെ ഭയഭക്തിയോടുകൂടി, അതിൻ്റെ അർത്ഥം എന്താ? ഭയഭക്തിയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഇതാ ആ പ്രതീകത്തിന്റെ അർത്ഥം എത്രമാത്രം ആഴമുള്ളതാണ് ആ സ്വീകരിക്കുന്ന സമയം. അപ്പൊ കുർബാനയുടെ തുടക്കം മുതലുള്ള പ്രതീകങ്ങൾ നോക്കിക്ക് എത്രമാത്രം ഒരുക്കത്തോടുകൂടി ആയിരിക്കണം, നിശബ്ദതയോടുകൂടി ആയിരിക്കണം, ഏകാഗ്രതയോടുകൂടി ആയിരിക്കണം, തീഷ്ണതയോടുകൂടി ആയിരിക്കണം. നമ്മുടെ കുർബാന അർപ്പണങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കതെങ്ങനെയാ, എത്ര മനോഹരമായിട്ടാണ് നമ്മളതിനെ അർപ്പിക്കുന്നത് നമുക്ക് നോക്കാം. വീണ്ടും പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്. ഇപ്രകാരം റുഹാഷണ പ്രാർത്ഥന, നിങ്ങൾ നിശബ്ദരെ ആദരവും പ്രാർത്ഥിക്കുന്നെന്ന ആഹ്വാനത്തിൽ ആ സമയത്ത് നമ്മളുടെ ഹൃദയം ശാന്തമാകണം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. അതിനാണ് നമ്മോട് പറയുന്നത്, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ ഈ അപ്പത്തിൻ്റെ മേല്, വീഞ്ഞിൻ്റെ മേല് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക, എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് റുഹാഷണ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പൊ ഈ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ കർത്താവായ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ പിതാവായ ദൈവത്തിനെയാണോ പുത്രനായ ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ റുഹാഷണ പ്രാർത്ഥന കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ പിതാവായ ദൈവത്തെയാണോ പുത്രനായ ദൈവത്തെയാണോ വിളിച്ചപേക്ഷിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആദിമസഭയിലെ പ്രാർത്ഥനാ രൂപമായിരുന്നു കർത്താവെ വരണമേ എന്ന അപേക്ഷ ഈശോയുടെ വരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഈശോയുടെ വരവിന് ആ കർത്താവ് എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ അപ്പോൾ പ്രാർത്ഥനയിൽ ഇപ്രകാരം കൊടുത്തിട്ടുണ്ടത്, അവിടെ നിന്റെ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ്, ഈശോയുടെ വരവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നത്. അതുകൊണ്ട് ഇവിടെ മറിച്ച് അത് നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പരിശുദ്ധാത്മാവെ അയക്കണമേ എന്നല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് നിന്റെ ആത്മാവ് വരട്ടെ എന്ന. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ആത്മാവ് എഴുന്നള്ളി വന്ന് ഈ അപ്പത്തെ ജീവനുള്ള ശരീരമാക്കി മാറ്റണം, ഈ വീഞ്ഞിനെ രക്തമാക്കി മാറ്റണം. ഓരോ വാക്കിന് അർത്ഥങ്ങളുണ്ട്, ആഴമായ അർത്ഥങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഈ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കണം. കർത്താവെ വരണമേ എന്ന പ്രാർത്ഥനയോട് ചേർത്ത് നമുക്കിതിനെ മനസ്സിലാക്കാം. കർത്താവെ വരണമേ, വേഗം വരണമേ, മാറാനാത്ത, അതാണ് അർത്ഥമാക്കുന്നത്. വേഗം വരണമേ, കർത്താവെ വേഗം വരണമേ എന്ന അർത്ഥം. അപ്പോൾ ഈ അപ്പത്തിലേക്ക് കടന്നു വന്ന് ജീവനുള്ള ശരീരമാക്കി മാറ്റണം. അതായത് പറഞ്ഞത് പുരോഹിതന്റെ ഒരു കഴിവല്ല, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും ഒരു കഴിവല്ല. നമ്മളത് ദേവാലയത്തിൽ ആയിരുന്നത് കൊണ്ടല്ല, സാന്നിധ്യത്തിലൂടെ, ആ സാന്നിധ്യം വഴി നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ദേവാലയത്തിൽ നമ്മൾ ആയിരിക്കണം. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന കാര്യം, കർത്താവ് വേഗം വരണമേ എന്ന് പറയുമ്പോൾ സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. ഈ പ്രാർത്ഥന പുത്രനായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണത്, പുത്രനായ ദൈവത്തോട്. അപ്പോൾ നിന്റെ ആത്മാവ് എന്നതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എന്നാണോ, തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് എന്നാണോ അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവ് എന്നതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എന്നാണോ, തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ, അത് മറ്റൊരു വാക്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഉത്തിതനായ മിശിഹായുടെ സ്ഥാനത്തിന് വേണ്ടിയാണോ, പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. ഉത്തിതനായ മിശിഹായുടെ ആത്മാവിന് വേണ്ടിയിട്ടാണോ, പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? നമുക്കത് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകണം, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതിനെ ആഴം നമുക്ക് മനസ്സിലാക്കണം. എത്രമാത്രം നമ്മൾ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ അതിനെ നിറയപ്പെടുന്നത്. ഉത്തിതനായ കർത്താവിൻ്റെ ആ സാന്നിധ്യം, കർത്താവെ എഴുന്നള്ളി വന്ന് ഈ അപ്പത്തെ ജീവനുള്ള കർത്താവിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുകയാണ്.
എന്ന് പറഞ്ഞാൽ പറയുകയാണ്, വേഗം വന്ന് ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും എളിമയും ജ്ഞാനവും വിശുദ്ധിയുമൊക്കെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും. അതുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് പൗരസ്ത്യ പിതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് റുഹാഷണ പ്രാർത്ഥന അവസരത്തിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുക. ഈശോയുടെ ഉത്ഥാനത്തെ നമ്മളിവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. പൗരസ്ത്യ സഭാപിതാക്കന്മാർ പറഞ്ഞത് ഈശോയുടെ ഉത്ഥാനത്തെയാണ് ഏറ്റെടുത്ത് വെച്ച് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ കർത്താവ് എന്ന് ഈശോയെയാണ് സംബോധന എന്ന് മനസ്സിലാക്കുമ്പോൾ റുഹാഷണ പ്രാർത്ഥന സമയത്ത് കർത്താവിൻ്റെ ഉത്ഥാനത്തെ അനുസ്മരിക്കുകയാണ്. ഉത്ഥിതനായ കർത്താവിൻ്റെ സാന്നിധ്യത്തെയാണ് ഇവിടെ നമ്മൾ എടുത്തു കാട്ടുന്നത് ഈ റുഹാഷണ പ്രാർത്ഥനയുടെ സമയത്ത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പൂർണ്ണത, സ്വർഗീയ ആനന്ദം, ജ്ഞാനത്തിൻ്റെ നിറവ്, എല്ലാ വരങ്ങളും ദാനങ്ങളുടെയൊക്കെ നിറവ് നമ്മളിവിടെ അനുഭവിക്കുകയും ഉത്ഥിതനായ കർത്താവ് നിത്യജീവന്റെ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. അപ്പോൾ നമുക്ക് കുർബാനയുടെ ആഴം നമ്മൾക്ക് അതിന് സമയം കണ്ടെത്തുക, പഠിക്കണം നമുക്ക് ഈ കുർബാനയുടെ ആഴം. എങ്കിലേ നമുക്കിതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ, ഇതിനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് കുർബാനയെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കപ്പെടുകയാണ്. ബില്ലി സ്വാൻ എന്നുള്ള ഒരു അയർലൻഡുകാരനായ ഒരു വൈദികനുണ്ട്, ബില്ലി സ്വാൻ എന്ന് പറഞ്ഞ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: ദിവ്യബലി അർപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിരന്തര രൂപീകരണത്തിലൂടെ ക്രിസ്തുവുമായും തമ്മിലും സംസർഗം സാധ്യമാകുന്നു എന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. ദിവ്യബലി അർപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിരന്തര രൂപീകരണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തുണ്ട്. ഉത്ഥിതനായ കർത്താവിനെ മഹത്വപ്പെടുത്തുക, അത് നമ്മുടെ മുമ്പിൽ പ്രകാശിക്കപ്പെടുക സാധ്യമാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു പ്രവർത്തനം ഇവിടെയുണ്ട്. അത് ആ ഒരു ബന്ധം ക്രിസ്തുവുമായും തമ്മിലും, പിന്നെ അതിനുശേഷം നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള തമ്മിലുള്ള ഒരു ബന്ധം, ഒരു സംസർഗം സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവപിതാവിൻ്റെ ജനമായി നാം രൂപാന്തരം പ്രാപിക്കുന്ന ദൈവപിതാവിൻ്റെ ജനമാണ് നമ്മൾ. ആ രൂപാന്തരത്തിലേക്ക് നമ്മൾ എത്തിക്കും. രണ്ട്, ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി സമീകരിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ട് നമ്മൾ മാറ്റപ്പെടുകയാണ്. നമ്മളിൽ ക്രിസ്തു നിറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവസ്നേഹമായിട്ട് മാറ്റപ്പെടുന്ന ഈ കുർബാന വഴി വീണ്ടും പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ശരീരമായി നമ്മെ രൂപാന്തരപ്പെടുന്ന ഒരിടവും ഒരു സമയവുമായിട്ട്, അതൊരു സമയമായത്, അതിനൊരിടമാണ് ഹൃദയം, ശരീരം. അതാണ് ഈ വിശുദ്ധ കുർബാനയുടെ സമയം. ക്രിസ്തുവിൻ്റെ ശരീരം നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു സമയം. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ വെറും ഒരു അപ്പം അല്ലത്. ആ അപ്പത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വന്നൊരു ഇടം, ഒരു സ്ഥലം രൂപീകരിക്കുകയാണ്, സ്ഥാപിച്ചെടുക്കുകയാണ്, ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ ബന്ധം സ്ഥാപിച്ചെടുത്ത് നമ്മളെ വളർത്തി ഒരു കൂട്ടായ്മയാക്കി നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അതാണ് ആ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ, ഈ ആ മഹാരഹസ്യങ്ങൾ കടന്ന് ഉത്ഥിതനായ കർത്താവിനെ നമ്മളവിടെ ദർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കണം. അത്ര അല്പം ഗഹനമായിട്ട് ആഴം ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ എത്രമാത്രം തയ്യാറാകുന്നു, അത്രയും നമുക്ക് ആഴത്തിൽ കൂടുതലും വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധ്യമാകും. 1370 ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്നൊരു ദിവ്യകാരുണ്യ അത്ഭുതമുണ്ട്. ഇപ്രകാരം, ബെൽജിയത്തിൻ്റെ തലസ്ഥാനമാണ് ബ്രസൽസ് എന്നുള്ള സ്ഥലം. 14-ാം നൂറ്റാണ്ടിലാണ്. അവിടെ ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിലുള്ള നിഷ്ഠൂരമായ ഒരു പോരാട്ടങ്ങളുടെ ഒരു സ്ഥലമാണ് ക്രിസ്ത്യാനികളും യഹൂദരും. 1359 കടുത്ത കത്തോലിക്ക സഭാ വിരോധിയായിരുന്ന ജോനതൻ എന്ന യഹൂദൻ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ കുർബാനയുടെ അന്ധവിശ്വാസങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ള ചിന്തയുടെ കുറച്ച് തിരുവോസ്തികൾ സമ്പാദിച്ച് അവയെ പരസ്യമായിട്ട് അവഹേളിക്കാൻ തീരുമാനിച്ചു. ജോനാഥൻ എന്ന യഹൂദൻ കുറച്ച് തിരുവോസ്തി മോഷ്ടിച്ചിട്ട് പരസ്യമായിട്ട് അവഹേളിക്കുക. നിരന്തരമായ പ്രേരണ ഫലമായി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബ്രസൽസിൽ താമസിക്കുന്ന ജീൻ എന്ന വ്യക്തി ഈ വിശുദ്ധ കുർബാന മോഷ്ടിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ആ വിശുദ്ധ കുർബാന അത് ബലമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് ആരും അറിയാതെ എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു.
അങ്ങനെ ജോനാഥൻ അദ്ദേഹത്തിന് 60 സ്വർണ്ണ നാണയങ്ങൾ നൽകുകയാണ് അതിന് പ്രത്യുപകാരമായിട്ട്. ഈ സംഭവത്തിന് ശേഷം 2 ആഴ്ചക്കുള്ളിൽ ജോനാഥൻ മരിക്കുകയാണ്, കൊല്ലപ്പെട്ടു. ഏറെ താമസിയാതെ ജോനാഥന്റെ ഭാര്യ ബ്രസസിലേക്ക് സ്ഥലം മാറ്റി. തിരുവോസ്തി അടങ്ങിയ കുസ്തോതിയും അവൾ കൂടെ കൊണ്ടുപോയി. അങ്ങനെ 1370 സിനഗോഗിൽ വെച്ച് യഹൂദര് സമ്മേളിക്കുമ്പോൾ, ദുഃഖ വെള്ളിയാഴ്ച ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ, ഈ തിരുവോസ്തികൾ ഒരു മേശപ്പുറത്ത് വെച്ച് ദൈവദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ട് കത്തി കൊണ്ട് തിരുവോസ്തിയെ വെട്ടുകയും കുത്തുകയും ചെയ്തു. പെട്ടെന്ന് അവിടെ സന്നിഹിതനായിരുന്നവരുടെ നഗ്ന നേത്രങ്ങൾക്ക് മുൻപിൽ തിരുവോസ്തിയിൽ വീണ മുറിപ്പാടുകളിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. അവർ വെട്ടുകയും കുത്തുകയും തിരുവോസ്തി ചെയ്തു, അതിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ഇത് കണ്ട് അമ്പരന്ന് അവർ തിരുവോസ്തികളുടെ തങ്ങളുടെ അടുക്കൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം നടത്തി. ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്ത കാതറിൻ എന്ന സ്ത്രീയുടെ പക്കൽ ആ തിരുവോസ്തികൾ ഏൽപ്പിച്ചു. അങ്ങനെ യഹൂദരുടെ അടുത്തേക്ക് ഇത് വീണ്ടും അവിടുന്ന് യഹൂദരുടെ അടുത്തേക്ക് കൊണ്ടുപോകാനും ഉള്ള ഒരു ശ്രമഫലം അവിടേക്ക് കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഇന്നൊരാളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാതർ എന്ന വ്യക്തിയെ ഏൽപ്പിക്കുന്നത്. പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ വികാരിയസിനെ അറിയിച്ചു. അവര് വന്ന് ഇത് എടുക്കുകയാണ്. ആ കാതറിനെ സ്വീകരിച്ച് ദേവാലയത്തിൽ കൊണ്ട് സൂക്ഷിച്ചു. അവിടെ വെച്ച് അവര് പഠനങ്ങൾക്ക് വിധേയമാക്കി, സഭ അതിനെ പഠനങ്ങൾക്ക് വിധേയമാക്കി ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുക. പിന്നീട് പല വർഷങ്ങളും ഈ തിരുവോസ്തി പഠനത്തിന് വിധേയമാക്കുകയാണ്. രക്തം പൊടിഞ്ഞ തിരുവോസ്തികൾ അത് പഠനത്തിന് വിധേയമാക്കുമ്പോഴെല്ലാം അതെല്ലാം മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ രക്തം. ഇപ്പൊ ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹം നോക്കിക്കുകയും അത് വെട്ടുകയും കുത്തുകയും മുറിയപ്പെടുകയും ചെയ്യുമ്പോൾ രക്തം ചിന്തുക. അതിനകത്തുനിന്ന് എനിക്ക് വേണ്ടിയിട്ട് രക്തം ചിന്തി മരിക്കുന്നവൻ, എന്നെ നേടിയെടുക്കാൻ, എന്നെ സ്നേഹിക്കാനൊക്കെ ആയിട്ട്, അത്രയും സ്നേഹത്തോടുകൂടി ദിവ്യകാരുണ്യം എൻ്റെ കൂടെയുണ്ട്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുന്നതിൻ്റെ കർത്താവിൻ്റെ ആത്മാവിനെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ഈ അപ്പത്തെ വിശുദ്ധീകരിക്കാൻ. ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും വിശുദ്ധീകരിച്ച് തിരുശരീര രക്തങ്ങളാക്കി മാറ്റി നമ്മളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാനും കൂടെ വസിക്കാനും വേണ്ടിയിട്ട് അവൻ കടന്നു വരികയാണ്. അപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാം, അതിനോടൊരു പ്രാധാന്യം കൊടുക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് ദുഃഖങ്ങൾക്കും ഉത്തരം വിശുദ്ധ കുർബാനയിലുണ്ട്. നമ്മൾ എത്രമാത്രം അതിനെ സ്നേഹിക്കുന്നു, എത്രമാത്രം അതിനോട് താല്പര്യം കാട്ടുന്നതനുസരിച്ച് രഹസ്യങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനായിട്ട് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ.